സുജിത്ത്, നേരത്തെ നിലയുറപ്പിച്ച അതേ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ ഉള്ളത്. ഈ കുങ്കിയാനകൾ അവിടേക്ക് എത്തിയോ സുജിത്ത്? കുങ്കിയാനകളെ ഈ മാനന്തവാടിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മയക്കുവെടി വെക്കുന്ന നടപടിക്രമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തൊട്ട് മുന്നോടിയായാണ് എത്തിക്കാനുള്ള സാധ്യത കാണുന്നത്. അതിന് ആ നടപടിക്രമം അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിലവിൽ അറിയില്ല. ഉത്തരവ് ഇറങ്ങി അതായി അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മയക്കുവെടി വെക്കാൻ. ആ ഒരു ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ്. മൊത്തം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ടുണ്ട്. ഈ മേഖല മൊത്തം ആളുകളും പല ഭാഗങ്ങളിലായി തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അതായത് ഒരു ഉയർന്ന ഒരു പ്രദേശമാണ്. മാനന്തവാടി നഗരത്തിൽ ഉയർന്ന പ്രദേശത്തിൻ്റെ തൊട്ട് താഴെയായ ഒരു ചതുപ്പ് നിറഞ്ഞ മേഖലയിലാണ് ഈ കാട്ടാന ഇപ്പോൾ നിലവിലുള്ളത്. വാഴകൾക്ക് ഇടയിലാണ് ഇപ്പോൾ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് ഏറെ ആശങ്ക ഉളവാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയിലേക്ക് നടന്ന് നീങ്ങിയതാണ്. തുടർന്ന് അവിടെ വട്ടം കറങ്ങി അതിനുശേഷം തിരിച്ച് ഈ വഴി തന്നെ തിരികെ എത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തിരികെ എത്തി അതേ വാഴത്തോട്ടത്തിൽ തന്നെ നിലയുറപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനെ മയക്കുവെടി വെച്ച ശേഷം കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ്. അത് ഉടൻ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് വനം വകുപ്പ്. കാരണം സമയം വൈകുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് പോയാൽ, ഒരുപക്ഷെ ജനവാസ മേഖലയിലേക്ക് പോയാൽ അത് കനത്ത രീതിയിലുള്ള പ്രതിസന്ധിയാകും സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് അത് അക്രമ സ്വഭാവം കാണിച്ചാൽ ഒരുപക്ഷെ അത് ജീവഹാനി വരെ ഉണ്ടായേക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. മാത്രമല്ല ധാരാളം കെട്ടിടങ്ങൾ ഈ ആന പോകുന്ന വഴിയിലെല്ലാം തന്നെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ഇതെല്ലാം തന്നെ കനത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറും. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. മറ്റ് വഴികൾ എന്താണ് ഇതിൻ്റെ വഴി എന്നുള്ള തരത്തിൽ വനംവകുപ്പ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും മയക്കുവെടി വയ്ക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്നുള്ള ചോദ്യം ആളുകൾ ഉയർത്തുന്നു. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നു. ഇത് വേഗത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും വലിയൊരു അവസരം ഈ പ്രദേശത്ത് ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഈ ആനയെ കെട്ടിയിട്ടും മയക്കുവെടി ഉതിർക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിക്കുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അത് വലിയ വിമർശനത്തിനും ഇടയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരു ഭാഗത്തോടെ കുങ്കിയാനകൾ കൂടി അവിടേക്ക് വരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ഫ്രെയിമിൽ ആ ദൃശ്യങ്ങൾ കൂടിയുണ്ട് സുജിത്ത്. അങ്ങനെയെങ്കിൽ അത് സജോ ദേവസിയുടെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യമായിരിക്കും അത്. കുങ്കിയാന ഇറങ്ങി വരുന്ന ഒരുപക്ഷെ അവർ നിൽക്കുന്ന, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തുള്ള പ്രദേശത്താകും കുങ്കിയാനകളെ ഇറക്കിയിരിക്കുക. അവിടെ നിന്നും കുങ്കിയാനകളെ ഇറക്കി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാകും നടത്തുന്നുണ്ടാകുക. അപ്പോൾ ഇനി വൈകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മയക്കുവെടി ഉതിർക്കുന്ന ആ കാര്യം ഇനി ഒരു തരത്തിലും വൈകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് ഇനി വേഗത്തിൽ കടന്നെടുക്കും. RRT സംഘം, അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം എല്ലാം തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസ്, അതോടൊപ്പം തന്നെ RRT സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മുത്തങ്ങയിൽ നിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ഇവിടെ സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടപടിയിലേക്ക്, മയക്കുവെടി വെക്കുന്ന ഡാർട്ടിംഗ് നടപടിയിലേക്ക് കടക്കുന്ന ആ ഒരു രീതിയിലേക്കാകും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് കുങ്കിയാനകൾ എത്തിച്ചത്. കുങ്കിയാനകളുടെ ദൃശ്യം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നടപടി ഇനി വൈകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാനന്തവാടി അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്, സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു പൂർണ്ണമായും ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ നടപടി ഇനി വൈകില്ല. ഇനി മയക്കുവെടി ഉതിർക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അല്പസമയം മുമ്പ് വലിയ അളവിലുള്ള ആശങ്കയാണ് ഉണ്ടായത്.